അപ്പം ഇതാണ് ആ മാന്യയായ സ്ത്രീ. നിലമ്പൂരിൽ കുഞ്ഞിനെ വേസ്റ്റ് ബക്കറ്റിലിട്ടിട്ട് ഓടിപ്പോയ സ്ത്രീ. അതിന് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കാരണങ്ങളുണ്ടാവും. നിങ്ങൾക്ക് ഈ കുഞ്ഞിനെ നോക്കാൻ പറ്റാത്തയോ, പ്രസവിക്കാൻ പറ്റാത്തയോ, നാലാളെ അറിയാൻ പറ്റാത്തയോ എന്തെങ്കിലുമൊക്കെ കാരണങ്ങളുണ്ടാവും. കുഞ്ഞിന് ജന്മം തരിക എന്നുള്ളത്, ജന്മം എടുക്കുക എന്നുള്ളത് ആരും ആഗ്രഹിച്ചിട്ട് അല്ലെങ്കിൽ അവകാശപ്പെട്ടിട്ട് വരുന്നതല്ല. എനിക്കിപ്പോൾ കുഞ്ഞ് വേണമെന്ന് പറയുന്നേരം വരുന്നതല്ലല്ലോ. നമ്മൾ ആഗ്രഹിച്ചാലും ആഗ്രഹിച്ചില്ലെങ്കിലും ഒരു കുഞ്ഞിൻ്റെ ജനനം നടക്കണം എന്നുണ്ടെങ്കിൽ അത് നടക്കുക തന്നെ ചെയ്യും. അപ്പം നിങ്ങൾ ആഗ്രഹിക്കാതെ നിങ്ങൾ ഉദരത്തിൽ ജനിച്ച ഒരാളായിരിക്കാം. പക്ഷെ നിങ്ങൾ കുഞ്ഞിനെ കൊല്ലാനുള്ളതോ അതല്ലെങ്കിൽ കുഞ്ഞിനെ ഇതേപോലെ ഉപേക്ഷിക്കാൻ, ഇത് പട്ടിക്കുഞ്ഞൊന്നുമല്ല, ഉപേക്ഷിക്കാനോ ഒന്നുള്ള അവകാശം നിങ്ങൾക്കില്ല. നിങ്ങൾക്കെന്നല്ല, ആർക്കുമില്ല. നിങ്ങൾക്ക് എന്തൊക്കെയോ ഓപ്ഷൻ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് കുഞ്ഞിനെ വളർത്താൻ പറ്റില്ല, അല്ല വളർത്താൻ പറ്റിയ സാഹചര്യമല്ല, അതല്ല മറ്റുള്ളവർ അറിയാൻ പറ്റില്ല. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ സേഫായിട്ട് കൊണ്ടെത്തിക്കാൻ പറ്റുന്ന അമ്മത്തൊട്ടിലുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. അത് നിങ്ങൾ കണ്ടെത്തിയാൽ മതി. നിങ്ങൾ യൂട്യൂബിലൂടെ കുഞ്ഞിനെ എങ്ങനെ പ്രസവിക്കാം, പൊക്കിൾക്കുടി എങ്ങനെ മുറിച്ചു മാറ്റാം, ഇതൊക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ട്. എപ്പോഴാണ് വേദന വരുന്നത്, വേദനയെക്കുറിച്ചും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾ യൂട്യൂബും ഇൻ്റർനെറ്റൊക്കെ നോക്കുന്നുണ്ട്, ഗൂഗിളൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ ഈ അമ്മത്തൊട്ടിൽ എവിടെയാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനുള്ളൊരു അവസരമെങ്കിലും കൊടുത്തുകൂടെ ആ കുട്ടിക്ക് ജീവിക്കാനുള്ളേ? എന്തിനാണ് നിങ്ങൾ ഇത്രയും സാഹസം ചെയ്യുന്നതെന്നുള്ളതാണ്. എന്ത് പറഞ്ഞാലും ഇങ്ങനെയൊക്കെയുള്ള നിങ്ങൾ പലതും കേട്ടിട്ടുണ്ടാവും. എല്ലാം പിടിക്കപ്പെടുന്നുണ്ട്. ഇതൊക്കെ പിടിക്കപ്പെടും. ഇന്നത്തെ കാലം അതാണ്, പണ്ടല്ല. ഇപ്പം ടെക്നോളജി വളർന്ന് നിങ്ങളെ കണ്ടെത്താൻ വളരെ നിഷ്പ്രയാസം കഴിയും. ഇപ്പം നിങ്ങളെപ്പോലുള്ള കുറേ ആൾക്കാർ ഇങ്ങനെ കുഞ്ഞിനെ ഉപേക്ഷിക്കുന്നുണ്ട്. ഇവരൊക്കെ പിടിക്കപ്പെടുന്നുണ്ട്. അപ്പം സമൂഹം അറിയല്ലേ, എല്ലാവരും അറിയാം. ഇപ്പോൾ നിങ്ങളൊരു പക്ഷേ അവിഹിതമായിട്ടൊരു കുഞ്ഞിനെ ഗർഭം ധരിച്ച് പ്രസവിച്ച് എന്നറിയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ നാട്ടിലുള്ളവരും നിങ്ങളെ അയൽവാസികളും ഒക്കെ അറിയുള്ളൂ. പക്ഷെ ഇതങ്ങനെയല്ല. ഇത് ലോകം മൊത്തം അറിയാണ് നിങ്ങളെയാണ് ഇങ്ങനെ സംഭവിച്ചു. മാത്രമല്ല, നിങ്ങൾക്ക് ഈ സമൂഹത്തിൽ ജീവിക്കാൻ പറ്റുന്ന ഒരു ഇതുപോലും സാഹചര്യം പോലും ഇല്ലാതായിരിക്കും നിങ്ങളൊരു കൊലപാതകിയെന്നോ അതല്ലെങ്കിൽ ആ ഒരു രീതിയിൽ അറിയപ്പെടുകയാണ്. നമുക്ക് നമ്മുടെ കുഞ്ഞല്ലേ, ചിലപ്പം നമ്മൾ മോശമായിട്ട് രീതിയിൽ പ്രസവിച്ചാൽ നമ്മൾ ചിലപ്പോൾ അതൊക്കെ ഫേസ് ചെയ്യേണ്ടി വരും. ഇനിയിപ്പം ഇതിനൊരു അവകാശം ഉണ്ടാവുമല്ലോ. ആ ആളുമായിട്ട് ഒരു നീക്കുപോക്കുണ്ടാക്കി ആ ആൾ ഇത് ഏറ്റെടുത്താൽ തീരില്ലേ? ചിലപ്പോൾ ഇത് ഏറ്റെടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോടതിയില്ലേ? ഗർഭം ധരിച്ചു കഴിഞ്ഞാൽ 8-9 മാസമാകുമ്പോൾ എന്ത് പറഞ്ഞാലും പ്രസവിക്കും. അതവിടെ തന്നെ കിടക്കൊന്നുമില്ല. നിങ്ങളിതിന് പോയിട്ടല്ലേ ഗർഭം ധരിച്ചത്. അപ്പോൾ ഇതിനുള്ള സൊല്യൂഷനും നിങ്ങളെ കയ്യിൽ വേണം. നിങ്ങൾ കണ്ടെത്തണം എന്തെങ്കിലും ഒരു മാർഗം. എന്നിട്ട് ഈ കുഞ്ഞിനെ സുരക്ഷിതമായിട്ട് അമ്മത്തൊട്ടിലെത്തിച്ച് നിങ്ങൾക്ക് രക്ഷപ്പെടാം. ഇത് ഞാൻ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടുള്ളൊരു സൊല്യൂഷൻ തുറന്ന് തരികയല്ല കേട്ടോ. പക്ഷെ ഇങ്ങനെ കുഞ്ഞുങ്ങളെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കാണുന്നേരം സങ്കടം തോന്നുക, സഹതാപം തോന്നുക. എങ്ങോട്ടാ നമ്മളെ പോക്ക് എന്ന് മനസ്സിലാവുന്നില്ല. അതുകൊണ്ടാണ്. ആ കുഞ്ഞൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. ആ കുഞ്ഞിന് ഈ സമൂഹത്തിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട്. ആ കുഞ്ഞിന് എല്ലാത്തിനുള്ള അവകാശമുണ്ട്. ജന്മം നൽകി കഴിഞ്ഞാൽ പിന്നെ ആ കുഞ്ഞിന് എല്ലാത്തിനുള്ള അവകാശമുണ്ട്.